ഇത് OTT-യിൽ കണ്ട നിങ്ങൾക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് നീ പടത്തിന് ഇത്രയും ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവന്നത് ഒരു അവതാർ, ബാഹുബലി. This movie is an attempt to bring our Sanatana Dharma. മമ്മൂക്ക ആക്ച്വലി വീട്ടിൽ നിന്ന് ഡെയിലി ഭക്ഷണം കൊണ്ടുവരാറ്. അപ്പോൾ മമ്മൂക്ക കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ട്. പിന്നെ മമ്മൂക്ക ഇസ് ഇൻ ടു കാർസ്. അപ്പോൾ കാർസിനെ പറ്റി സംസാരിക്കും. Ramayugam to Kumulangi Nights to Ponman to Manjumal Boys to Loka. I think Malayalam cinema's writing for their female artists also is very beautiful. ലാസ്റ്റാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ് എൻ ആക്ടർ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പടത്തിൻ്റെ ഞാൻ വർക്ക് ചെയ്ത ഒരു പടത്തിൻ്റെ ഞാൻ സക്സസ് ആസ്വദിക്കുന്നത്. Shin Sham's music is amazing. ദിസ് മൂവി ഈസ് ബിയോണ്ട് ബോർഡേഴ്സ്. നല്ലൊരു റീച്ചുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതൊരു ഫാൻറ്റസി, ഒരു ട്രെഷർ ഹണ്ട്, ഒരു അഡ്വെഞ്ചർ, ഒരു ആക്ഷൻ, ഒരു സ്പിരിച്വാലിറ്റി, ഒരു കമേഴ്ഷ്യൽ എലമെന്റ് എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. Movie is visually extravagant. We've had more than 10 sets in a single movie and almost close to how many frames of VFX we've had? 4,000 frames of VFX we've had. നാഗബന്ധം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി വിരാട്, നഭ, ജോൺ കൊക്കനാണ് റിപ്പോർട്ടർ ഫിലിംസ് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം. Hi, thank you. ജോൺ, ഇപ്പോൾ തെലുങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജനതാ ഗ്യാരേജ് അടക്കമുള്ള സിനിമകളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമയുടെ പിന്നെ ഈ പോസ്റ്റർ നമ്മൾ കാണുമ്പോൾ തന്നെ ഗണ്ണൊക്കെ വെച്ചിട്ട് ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പം മറ്റ് ക്യാരക്ടേഴ്സിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ലുക്കാണ് ജോൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നാഗബന്ധം പോലൊരു പാൻ ഇന്ത്യൻ സിനിമ വരുന്നു, ഒരു വലിയ സിനിമ വരുന്നു, അതിലൊരു പ്രോമിനൻറ്റ് ക്യാരക്ടർ ചെയ്യുന്നു. എന്താണ് ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റി നമുക്ക് പറയാനുള്ളത്? ഒരു കരിയർ ബ്രേക്ക് ആകുമോ അടുത്തൊരു? ഡെഫിനറ്റ്ലി, ബിക്കോസ് ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലുക്ക് വൈസും ഒരു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പും പ്ലേ ചെയ്യുന്നത്. ഏറ്റവും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ഗെറ്റപ്പാണ്, ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഒരു ഗെറ്റപ്പാണ്. എനിക്കൊരു നല്ല ചാലഞ്ച് ആയിരുന്നു. പിന്നെ ഇത്രയും വലിയ പടത്തിൽ ഒരു റോൾ കിട്ടുന്ന തന്നെ നല്ല ഒരു ദൈവഭാഗ്യമാണ് എല്ലാം. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ അഭിഷേക് സർ, പുള്ളിക്കാരൻ്റെ ഒരു വിഷൻ ആയിരുന്നു, എന്ന ക്യാരക്ടറിന് എന്ന ആക്ടർ ഉണ്ടെങ്കിൽ അത് ഇത്രയും കൂടെ നന്നായിരിക്കുന്നത്. സോ അഭിഷേക് സാറിനോട് ഒരു വലിയ നന്ദിയുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ നിഷിത മാം, കിഷോർ സർ, ഇവരൊക്കെയാണ് ഈ പടം ബാക്ക് ചെയ്ത്. പിന്നെ ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു പടം എന്ന് പറഞ്ഞാൽ എത്ര ആക്ടേഴ്സ് ഉണ്ട് ഇന്ത്യയിൽ തന്നെ, എത്ര ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ OTT ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഒരു ആക്ടറെ വേണമെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് എനിക്ക് തന്നെ എക്സ്പോഷർ കൂടി. സോ അപ്പൊ എനിക്ക് തന്നെ ഇങ്ങനെ ഈ റോള് വരുന്നത് അങ്ങനെ ദൈവം ആഗ്രഹിച്ചത് അങ്ങനെയാണ്. സോ ഒരു നല്ലൊരു പടം, എന്താ പറയുക, ഒരു ഫാന്റസി ഫിലിമാണ്. പിന്നെ ഇതിൽ ദിസ് എൻ എലിമെന്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ സൂപ്പർ ഹീറോ, നമ്മുടെ ദൈവങ്ങളെ ഒക്കെ ഒരു സൂപ്പർ ഹീറോ അവതാരത്തിൽ നമ്മൾ കാണുന്ന ഒരു പടമാണ്. പിന്നെ എന്താ പറയുക, ഈ കാലത്ത് നമ്മൾ ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ, അവരെ വിളിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോ എന്താ പറയാ, ഒരു വലിയൊരു ലാർജ് ദാൻ ലൈഫ് ക്യാൻവാസ് ആയിരിക്കണം. ഇപ്പൊ യൂഷ്വൽ പടങ്ങളാണെന്ന് വെച്ചാൽ ഓഡിയൻസ് വരില്ല, പുറത്ത് വരില്ല. അവർ പറയും നമുക്ക് വെയിറ്റ് ചെയ്യാം, OTT-യിൽ കാണാന്ന് പറയും. പക്ഷെ ഈ പടം അങ്ങനെയല്ല. ഈ പടം കാണണമെങ്കിൽ ഇത് OTT-യിൽ കണ്ട നിങ്ങൾക്ക് തീരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ്. പിന്നെ ഈ പടത്തിന് ഇത്രയും ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുവന്നത്. ഇതൊരു അവതാർ, ബാഹുബലി ഞാൻ കമ്പയർ ചെയ്യല്ല, ബട്ട് സിനിമാറ്റിക്കലി വിഷ്വൽ Still enjoying the OTT. Yeah, you still enjoy it. But I'm saying the cinematically you better experience on a larger screen. See, this is one of those films that നമുക്കൊരു വലിയ സ്ക്രീനിൽ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പടമാണ്. There is a lot of female characters in the film. In a pan-Indian film, it is very rare to see such amount of female characters with equal prominence. So how does it feel to be a part of this Nagamandam? Feels amazing. Firstly, because like you told, in this kind of scale, writing for female artists only is very rare, right? Like writing in terms of the value addition to the story. You know, every character, not just female characters, but every single characters which you see in the poster are adding to the story. They're bringing life to the story. They're adding to the, in a different tangent. And
along with that, there is visual, experience. And this movie is an attempt to bring our Sanatana Dharma and our historical events into a cinematic experience, because this generation is fortunate enough to experience that era's movies in a very convincing way. If it was a couple of decades ago, we did not have an access to the kind of VFX or the kind of capital or investment or the courage of makers like our Abhishek sir and our producers Kishore and Nishita, who would come and invest their passion, time and energy into making. They're all like, our producers are first time producers. Abhishek sir, we all know he's very well known as a distributor and producer, but now he's donning a director's hat, and for the first time to put that kind of effort into it, bring in with that kind of confidence, and you're seeing the result. It's mind blowing. Wherever we are going, we are getting that kind of response. Everybody is waiting to come to the theaters. So this kind of movie may I've gotten to play something really amazing, which is Parvati. Very layered, very emotionally potent. Not just that, every decision my character makes affects the story in the long run. So I have not gotten to play that kind of role before in my career, and especially to be able to reach to the entire country is a blessing. I feel very, very blessed. Nagabandham is completely different from what you have done, Yeah, right? yeah, Those were action films or commercial films, Yeah. or romantic drama films. Yeah. What was your first reaction when you read the script or when you were on Heard the set? narration, I was ecstatic. I was joyful. Arey, I've gotten one treasure, like secret treasure, whatever is there. Like, I've gotten it because I was personally looking for something very different from what I've done before. Because I, as an artist, I want to experience new things, because I'm first an audience and then an artist. So when I'm making a movie, I am also looking at the movie as an audience, enjoying it through the process. Maybe in the beginning of my career, because of lack of knowledge or because of lack of understanding towards how to actually take your career, I probably did more of commercial movies. But then now, since I have an understanding towards different kind of storytelling and narration abilities, because of consuming a lot of films, and I also had a break in the middle, and the consumption of movies also have changed in our country and all over the world actually. So I wanted to, it was a conscious decision to change my way of telling stories. Through Nagabandham, it is also my small effort to bring something new to the audience. When we see the trailer, we can see the scale of the film. Yeah. It's a big budget film. Yeah. The VFX is big scale of VFX, large scale set works, and big action. So beyond what we see in the trailer, what is this film all about? So beyond the trailer, it's a world building movie. Once you enter into the theater, you will enter into the world of Nagabandham. The trailer has shown fights, action, visuals and everything, but there is beautiful soul in the cinema. Once you watch the movie, you'll feel the soul and the feelings and everything. Okay, in the trailer we can see that you are performing a lot of action scenes. Yeah. So this is a second film, and you're working this big budget, big scale action, big scale film. So how does it feel to be a part of this large scale pan Indian film? I feel happy because this much big scale movie I'm doing for the second movie only. So I feel blessed and honored, and I put a lot of my heart and soul in this movie to give maximum efforts. Maximum 100%, whichever I can give, I given to this movie. വിജോൺ, ഇപ്പം അതർ ലാംഗ്വേജ് പടങ്ങളെല്ലാം കേരളത്തിൽ വലിയ ഹിറ്റാവുന്നു. ഇപ്പം ബ്ലാസ്റ്റ് അടക്കമുള്ള സിനിമകൾ കേരളത്തിൽ വലിയ ഹിറ്റാവുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കേരളത്തിലോട്ട് ഈ സിനിമ വരുന്ന സമയത്ത് ഒരു കേരള ഓഡിയൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ സെൻസിബിലിറ്റീസിന് വർക്ക് ആവുന്ന ഒരു സിനിമ ആയിരിക്കും നാഗബന്ധം. Definitely, not just Kerala audience. In fact, the whole India, even internationally also, because ഇതൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ആണ്. സോ ഇത് കുറേ സ്പിരിച്വൽ എലിമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഗോഡ്സ് ശിവയുടെ റെഫറൻസ് ഒക്കെ ഉണ്ട്.
സോ ഇത് ഡെഫിനറ്റ്ലി എല്ലാ ഓഡിയൻസ് ആയിട്ട് കണക്ട് ആവും, എല്ലാ സ്റ്റേറ്റും ഇന്റർനാഷണലി ഓൾസോ. അതാണ് ഈ പടത്തിന് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പടം എല്ലാ ഓഡിയൻസിനും അല്ല, ദിസ് മൂവി ഈസ് ബിയോണ്ട് ബോർഡേഴ്സ്. സോ ഇതിന്റെ ഒരു നല്ലൊരു റീച്ച് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഇതൊരു ഫാന്റസി, ഒരു ട്രെഷർ ഹണ്ട്, ഒരു അഡ്വെഞ്ചർ, ഒരു ആക്ഷൻ, ഒരു സ്പിരിച്വാലിറ്റി, ഒരു കമേഴ്ഷ്യൽ എലമെന്റ് എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. സോ ഇപ്പോൾ ഫിലിം ലൈക്ക് നാഗബന്ധം deserve some kind of physical transformation, right? Yeah. So first physical transformation, body I did, and then I worked about the character, how the character plays, how the character behaves, like how he walks, how he says the dialogues, and how he talks to the people, emotions and everything. I've surveyed everything, and slowly I got to know the character. And once we enter into the sets, I was like, okay. And my director used to give me some inputs and all. So with that, I cope up this character. So, പുള്ളി ആക്ച്വലി പടത്തിന് നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയാം, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് അത് ഞാൻ ചുമ്മാ പറയില്ല. ഞാൻ പുള്ളിയുടെ കൂടെ എന്റെ മേജർ സീൻസ് പുള്ളിയുടെ കൂടെ ആയിരുന്നു, എന്റെ പോർഷൻസിന്റെ. ഞാൻ പുള്ളിയുടെ കൂടെ കണ്ടിട്ടുണ്ട്, ഞാൻ പുള്ളി നേരിൽ കണ്ടിട്ടുണ്ട്. ഓരോ സീനിന് മുമ്പും പിന്നെ പുള്ളിക്ക് ചില സമയത്ത് പനിയൊക്കെ ഉണ്ടായിരുന്നു. പനി വെച്ചിട്ടാണ് പുള്ളി ചില സമയത്ത് സെറ്റിലൊക്കെ വന്നിട്ടുള്ളത്. എന്തുണ്ടായാലും പുള്ളി ഷൂട്ട് മുടങ്ങാതെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പനിയും വെച്ചിട്ട് അത്യാവശ്യം പറ്റാവുന്ന അത്ര എനർജി വെച്ചിട്ട് പുള്ളി ജിമ്മും ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് ഷൂട്ടിങ് വരും. നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായി ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട്. ആക്ച്വലി പുള്ളി ലിറ്ററലി ഈസ് ഗിവൻ ഹിസ് ഹാർട്ട് ആൻഡ് സോൾ. ആ കഷ്ടപ്പെട്ട് പുള്ളി ആക്ച്വലി പുലിയാണ്. സോ പുള്ളി നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന്. അതിന്റെ ആ റിസൾട്ട് നമുക്ക് ട്രെയിലറിലെല്ലാം കാണാം. അതിന്റെ ഇട്ട എഫേർട്ട് ഒക്കെ നന്നായി വന്നിട്ടുണ്ട്. സോ ഇൻഫാക്ട് പുള്ളിയുടെ സെക്കൻഡ് മൂവി എന്ന ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് എവ്രിബഡി വിൽ നോ ഹിസ് നെയിം. വിരാട് കർണ എന്നൊരു പേര് രജിസ്റ്റർ ആവും, ലോകത്തിൽ രജിസ്റ്റർ ആവും, നാഷണലി ഇന്റർനാഷണലി. വിരാട് കർണ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ചെയ്ത everybody will know who he is. Thank you. Both of you the first time in Kerala, right? No. We Have came. you come here before? Yeah. Nagabandham shooting happened in Kerala also. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. മലയാളം പഠിപ്പിച്ചു കൊടുത്തോ? പിന്നെ അത്യാവശ്യം പഠിപ്പിച്ചു. എന്തെങ്കിലും പറയാമോ? പറയാം. എന്താ മലയാളം പഠിച്ച? എന്താണ് മലയാളം പഠിച്ച? Means how did you learn Malayalam? Watching Malayalam films. You watch Malayalam films? Lot of films. I am obsessed with Malayalam films. Your favorite? Tell me some of your favorite Malayalam films. Many. Lot of films. Brahmayugam to Kumbalangi Nights to Ponman to Manurumal Boys to Loka. What is? I keep forgetting that. Vali 2. Vara 2. Kalamkao, Drishyam. Romanchanam was beautiful. Dangerous movie. Yeah, Avesham was amazing. It ran everywhere. The Prithviraj sirs and Goat Life was beautiful. Aadu Jeevitham was amazing. പുള്ളിക്കാരത്തി ബാംഗ്ലൂർ പെണ്ണാണ്. സോ പുള്ളിക്കാരത്തി ബാംഗ്ലൂർ പെണ്ണാണ്. മലയാളം ഫ്രണ്ട്സ് കുറേയുണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട്. And I watch a lot of Malayalam, listen to a lot of Malayalam songs. Okay. Sushin Sham's music is amazing. I keep listening to Brahmayugam album. Okay. It's beautiful. Romanchanam album is beautiful. All these latest guys, Jakes Bijoy. Yeah, Jakes Bijoy is amazing. Jakes Bijoy തെലുങ്കിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. Telugu also is doing great. I watched one more, not Antariksham. There is one more film, no, the post-apocalyptic film wherein everybody is stranded in. It's an indie film, but it was Gaganachari is amazing. It's so good. ഇപ്പോൾ ജോൺ, ഞാനിപ്പോൾ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, മമ്മൂക്കയെ എടുത്ത് ഫസ്റ്റ് തുടക്കകാലത്ത് അഭിനയിച്ചൊരു സിനിമ ലവ് ഇൻ സിംഗപ്പൂർ. അപ്പം ഞാൻ പെട്ടെന്ന് ഏത് റോളാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സിനിമ ഇരുന്ന് കണ്ട സമയത്ത് ഞാൻ മുമ്പ് ഒരുപാട് ഈ സിനിമ കണ്ടിട്ടുണ്ട്. ജോൺ കുക്കനാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാനിത് റീവാച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യും രാഹുൽ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അതെ അപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്മഭൂഷൺ അവാർഡ് വാങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ മമ്മൂക്കയത്ത് വർക്ക് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത്?
ഒരു സെക്കൻഡ് ഹാഫിൽ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടറും കൂടെ ആയിരുന്നല്ലോ. ഐനോ ഐ മീൻ ഞാൻ ഒരു മലയാളിയാണ്. ഞാൻ ജനിച്ചു വളർന്നത് മുംബൈ ആയാലും ഞാനൊരു 3ാം ക്ലാസ് വരെ കേരളത്തിലായിരുന്നു പഠിച്ചത്. അപ്പോൾ മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും അത്യാവശ്യം അറിയാം. ഓക്കെ, പക്ഷെ അപ്പൊ ഞാൻ വളർന്നത് മമ്മൂക്കയുടെ, സുരേഷ് ഗോപി സാറുടെ, ലാലേട്ടന്റെ പടങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ വളർന്ന ആളാണ്. ശ്രീനിയേട്ടന്റെ പടമൊക്കെ. അപ്പൊ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഒരു എന്താ പറയാ, എനിക്കൊരു ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ ഞാൻ മമ്മൂക്കയുടെ കൂടെ സെറ്റിന്റെ സമയത്ത് മമ്മൂക്ക ആക്ച്വലി വീട്ടിൽ നിന്ന് ഡെയിലി ഭക്ഷണം കൊണ്ടുവരാറ്. അപ്പൊ മമ്മൂക്ക കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അങ്ങനത്തെ കുറെ മെമ്മറീസ് ഉണ്ട്. പിന്നെ മമ്മൂക്ക ഇസ് ഇൻ ടു കാർസ്. അപ്പൊ കാർസിനെ പറ്റി സംസാരിക്കും. അങ്ങനെ അതിനൊരു എന്താ പറയാ, ഒരു ബ്ലെസ്സിങ് ആൻഡ് ഹീസ് സച്ച് എൻ അമേസിംഗ് ഗായ്. സോ പുള്ളിക്കാരന്റെ കൂടെ എത്ര ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടാവും. ഇപ്പോൾ ലൈക്ക് നാഗബന്ധം, കാന്താര or കറുപ്പ്, such films based on such divine thoughts are coming. A lot of films are coming. So there's going to be a comparison between like Kantara or Karpa, whatever those films are. So how different is Nagamandam from those films? I think in Telugu, Chiranjeevi was already done a film called Anji, right? Long back 2004, like VFX driven heavy subject. So how is Nagamandam different from those films? See, Nagamandam is an independent film. It's a new concept. It's a new world. But since you mentioned, നിങ്ങൾ കറുപ്പിനെ പറ്റി പറഞ്ഞു, നിങ്ങൾ കാന്താരെ പറ്റി പറഞ്ഞു, ആൻഡ് ഐ തിങ്ക് ഇത് നല്ലൊരു ടൈമാണ്. വി ആർ ബ്ലെൻഡിങ് ഇൻ സ്പിരിച്വാലിറ്റി ഇൻ ടു സിനിമ. ദിസ് ഈസ് ദ ടൈം. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടൈം. ഇൻ ഫാക്ട് ഈവൻ ദി ഓഡിയൻസ് ലവ്സ് ഇറ്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പാർട്ട്. ബിക്കോസ് ദി ഓഡിയൻസ് ലവ്സ് ഇറ്റ്. ആൻഡ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്ക് വി ആർ യൂസ് ടു സീയിങ് സൂപ്പർ ഹീറോ ഫിലിം. മറ്റേ ഒരു മാവൽ, അവെഞ്ചേഴ്സ്, DC അതൊക്കെയാണ് കാണുക. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര സൂപ്പർ ഹീറോസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കാന്താര പടത്തിൽ പോണ്ട്, അത് എത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ കറുപ്പില് സൂര്യ സർ ചെയ്ത ഗോഡ് മോഡൊക്കെ, അതൊക്കെയാണ് സൂപ്പർ ഹീറോസ്, റിയൽ സൂപ്പർ ഹീറോ. ഇത് ഒരു കോമിക് ബുക്കിൽ നമുക്ക് കിട്ടില്ല. ഇതൊക്കെ റിയൽ സൂപ്പർ ഹീറോ. അതേപോലെ നമ്മുടെ പടത്തിലും ഞങ്ങൾ അനന്ത പത്മനാഭ സ്വാമിയായിട്ട് ഒരു ലിങ്ക് ഉണ്ട് പടത്തില്. പിന്നെ ദ ഗോഡ് ശിവ ആയിട്ട് ഒരു റെഫറൻസ് ഉണ്ട്. നമ്മുടെ തന്നെ സൂപ്പർ ഹീറോസിന്റെ പടങ്ങളാണ്. സോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പടം ഇങ്ങനെ പടം ഉണ്ടാക്കണത് തന്നെ ഒരു വലിയ നല്ല വിഷയമാണ്. ഇങ്ങനെ നിറയെ പടങ്ങൾ വരണം. ഞങ്ങളുടെ ഈ പടം മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഇനി നിറയെ പേര് ഇതൊരു തുടക്കമാവട്ടെ. Also our movie is visually extravagant. We've had more than 10 sets in a single movie, and almost close to how many frames of VFX we've had? 4,000 frames of VFX we've had. Correct. It's huge. It's very huge, and it's gonna bring a different kind of cinematic experience, and even emotional experience. It's gonna be very, very different. Every 10 minutes you're going to be moving into a different kind of emotion. It's going to be opening into a different kind of world and frame. So experience wise, and even the concept wise, the story wise, it's a blend of everything. There is divinity, but there is also mystery, there is also adventure, there is also thriller, action, emotion, love is there. And then there are a lot of characters. So it's an experience. Nagabandham is an experience. It's a world. It's a world. When you come to theaters, you will definitely forget your life. You will be engulfed in our words. So that's how different it's gonna stand. ഇപ്പൊ 4,000+ VFX ഷോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഞങ്ങളുടെ പടത്തിന്റെ വൺ ഓഫ് ദ പില്ലർ ഈസ് ഞങ്ങളുടെ എഡിറ്റർ പ്രണവ് എന്ന് പറഞ്ഞ എഡിറ്റർ. ഭയങ്കര യങ് ആയിട്ടൊരു പയ്യനാണ്. ഫാസ്റ്റസ്റ്റ് എഡിറ്റർ എന്നാണ് പുള്ളിക്ക് ഒരു ടൈറ്റിൽ. പുള്ളി തന്നെ ഇട്ട ടൈറ്റിലാണ്. അങ്ങനെയാണ് പുള്ളി അഭിഷേക് സാറിനോട് പറയുന്നത്, സാർ ഞാൻ ഫാസ്റ്റസ്റ്റ് എഡിറ്റർ, സാറിന് എന്തുകൊണ്ട് ഞാൻ ഫാസ്റ്റ് എഡിറ്റർ. അപ്പൊ അങ്ങനത്തെ നല്ലൊരു എനർജി ഉള്ള ആളാണ്. ഫാസ്റ്റസ്റ്റ് എഡിറ്റർ ആയ കാരണം ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു, ശരി അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദിവസം പോലെ ഉറങ്ങാൻ വന്നിച്ചില്ല, നൈറ്റ് മൊത്തം എഡിറ്റിംഗ്. പക്ഷെ അതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നന്നായി ചെയ്തിട്ടുണ്ട്. സോ പ്രണവ് ഇസ് ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്. ഇപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ സൗന്ദരരാജൻ സർ, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ അശോക് സർ മലയാളിയാണ്. അങ്ങനെ പിന്നെ ഈ പടത്തില് വേറെ നമ്മുടെ മലയാളം ഓഡിയൻസിന് അറിയാവുന്ന ജോൺ വിജയ് ഉണ്ട്, പിന്നെ ഈ ഐശ്വര്യ മേനൻ ഉണ്ട്, പിന്നെ അനസൂയ മാം, പിന്നെ ബോളിവുഡിന്ന് മുരളി ശർമ്മ. പ്രോപ്പർ. ഇപ്പൊ ഋഷഭ്, ഞങ്ങളുടെ മെയിൻ വില്ലൻ ഋഷഭ് സോനി, പുള്ളി ഫൈറ്റർ പടത്തില്
ഋത്തിക് റോഷന്റെ കൂടെ വില്ലനായിരുന്നു. Okay. ഇത് പുള്ളിക്ക് ഇതൊരു സൗത്തിലൊരു എൻട്രി ആണ്. ഇത് പുള്ളിയുടെ സൗത്തിലൊരു ഡെബ്യൂ ഫിലിമാണ്. And then we have KGF's Garuda KGF Ram. ഗരുഡ റാം ഉണ്ട്. പിന്നെ ഒരു ഫോറിനർ ആക്ടർ ഉണ്ട്, പുള്ളിയുടെ പേര് ജെയ്സൺ. Yeah. ഹീറമണ്ടിയിലുള്ള ഒരു ആക്ടറാണ് പുള്ളി. And ജഗപതി Hi ബാബു Nana സർ. fame, Kiara is ആ there. ജോൺ, ഇപ്പോൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ ഈ വർഷത്തെ ഒരു ഭയങ്കര സർപ്രൈസ് ഹിറ്റായ ഒരു സിനിമയാണ്. correct, അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ഹൈയസ്റ്റ് ഗ്രോസിംഗ് ഫിലിമാണ് തമിഴിലെ. correct. ഇതിലൊരു ഭയങ്കര ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നു. ഇയാളൊരു ഭയങ്കര ക്രൂരനായിട്ടുള്ള വില്ലനാണ്. അതേസമയം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചില സമയത്ത് ഒരു കോമിക് എലമെന്റ് തോന്നും. ഇയാൾ 6,000 crore എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ചില സമയത്ത് ഒരു കോമിക് എലമെന്റ് പോലും ഓഡിയൻസ് തോന്നുന്ന ഒരു ഭയങ്കര ക്യാരക്ടറാണ്. ക്ലൈമാക്സിൽ അർജുനും പ്രീതിയായിട്ടുള്ള ഫൈറ്റ് അടക്കമുള്ള ഒരു ഹൈ മൊമെന്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. എങ്ങനെ ബ്ലാസ്റ്റിന്റെ ഒരു ഭയങ്കര സക്സസ്, അതൊരു രസന ആക്ടർ, ഇപ്പം സർപ്പാട്ട വന്നു, അതൊരു കരിയർ ബ്രേക്കായി. ബ്ലാസ്റ്റും അതൊരു തമിഴിലൊരു ഭയങ്കര ഒരു ബ്രേക്ക് ആണോ, മാറിയിട്ടുണ്ടോ? കരിയർ ബ്രേക്ക് ആക്ച്വലി സർപ്പട്ട പരമ്പരയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് OTT-ലായിരുന്നു. അപ്പൊ അതിന് തിയേറ്റർ റിലീസ് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ ആക്ച്വലി ലൈഫ് ആസ് എൻ ആക്ടർ പ്രോപ്പർ ആയിട്ട് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അജിത് സാറിന്റെ കൂടെ തുണിവ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതെ അതെ. പക്ഷെ അത് വാരിസിന്റെ കൂടെ റിലീസായി. അപ്പൊ അതും ക്ലാഷ് ആയ കാരണം അതിന്റെ എന്താ പറയാ, അത്രയും അത് സക്സസ് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ മില്ലർ അത് വന്ന് പൊളിഞ്ഞു. പിന്നെ കാതലിക്ക് നേരമില്ല ഒരു ഇത്തിരി ഡിഫറെന്റ് വേറൊരു എക്സ്പെരിമെന്റൽ റോൾ. ബ്ലാസ്റ്റ് ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആസ് എൻ ആക്ടർ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പടത്തിന്റെ, ഞാൻ വർക്ക് ചെയ്ത ഒരു പടത്തിന്റെ ഞാൻ സക്സസ് ആസ്വദിക്കണത്, ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യണത്. എന്നുവെച്ചാൽ ഒരു സക്സസ്, അത് സക്സസിന്റെ ടൂറൊക്കെ ചെയ്തു. ഞങ്ങള് പല സ്റ്റേറ്റിലൊക്കെ ഞങ്ങൾ പോയി ട്രാവൽ ചെയ്ത് തിയേറ്റർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ സക്സസ് പറഞ്ഞ 20 വർഷമായി ആക്ടിങ് തുടങ്ങിയിട്ട്. അത് വേറെ. അതേപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പടത്തിന് പ്രീ റിലീസിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നോർമലി ക്യാരക്ടർ ആർട്ടിസ്റ്റൊന്നും ആരും വിളിക്കില്ല. അഗെയിൻ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം ഓഫ് നാഗബന്ധം, ഞങ്ങളുടെ ഡയറക്ടർ അഭിഷേക് നാമ സർ. ഇപ്പോൾ ഒരു പ്രീ റിലീസ് ഇവന്റ് ആയാലും എൻ്റെ പോലെ ഒരു ചെറിയ ആക്ടറും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ടാക്കുന്നത്, അതൊക്കെ അഭിഷേക്, അതാണ് ഈ സാറിന്റെ മനസ്സ് ഈ പോസ്റ്ററിൽ കാണാം. അപ്പൊ എന്റെ പോലെ ഒരാളെ ഇങ്ങനെ ഒരു പ്രീ റിലീസ് ഇവന്റ് കൊണ്ടുവന്ന് നിർത്തി, അത് സാറിന്റെ മനസ്സാണ്, നല്ല മനസ്സാണ്. സോ ഇപ്പോൾ സർപ്പാട്ടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. സർപ്പാട്ട 2 എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ പറഞ്ഞ ഒരു OTT റിലീസ് ആയിപ്പോണ്ട് ആ സിനിമയ്ക്ക് കിട്ടേണ്ട ഒരു തിയേറ്റർ സക്സസ് എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. 2 വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, എന്തൊക്കെയാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ 2യുടെ കഥ പോലും അറിയില്ല. എനിക്ക് 2 സ്റ്റാർട്ട് എപ്പോഴാണ് ചെയ്യുന്നത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ഓഗസ്റ്റിൽ തുടങ്ങും. ഇപ്പൊ പോയിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഒരു 1-2 ആഴ്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഡയറക്ടറായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്താണ് കഥയെന്ന് അറിയാൻ പോകുന്നത്. ഇപ്പൊ എനിക്കും അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി 1-ലുണ്ടായിരുന്ന എല്ലാ കാസ്റ്റും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു പ്രോപ്പർ കണ്ടിന്യൂഷൻ ആയിരിക്കുമല്ലോ. അത് കണ്ടിന്യൂഷൻ ആണോ പ്രീക്വൽ ആണോ എന്ന് അറിയില്ല. ബട്ട് എല്ലാ ആക്ടേഴ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ കേട്ടേക്കണത്. അത്ര എനിക്കറിയാം. നമ്മൾ ഫസ്റ്റിൽ മിസ്സായ സെക്കൻഡിൽ പിടിക്കും. ഡെഫിനറ്റ്ലി. VFX ഡ്രിവൺ സിനിമ എന്ന് പറയുമ്പോൾ ഹൗ ഹാർഡ് ഈസ് ടു ആക്ട് in a VFX driven film? You have to be calculated, your moves, everything has to be aligned with that VFX, right? So how was that experience? So VFX with the animals was tough, but the rest of the part is we made sets. So every set we used to shoot, and the set extensions were VFX, and the remaining animals, everything are on the VFX part. So my director has very good knowledge about VFX, so he used to come and explain the scene so that it would be very easy and easily we could do. In your first film, you learn a lot of things, right, when you come to the industry. And in your second film also, you learn and unlearn a lot of things. So after finishing Nagabandham, what was those things that you learned and unlearned? Learn, I have shined myself more and more into acting, body-wise, fights, dance, everything. Maturity-wise, I mean, how to understand the scene and how to perform it and everything. And unlearn is don't take the scenes to home. Yeah. Nice. Naba, since you mentioned you watch a lot of Malayalam movies, can we expect you in a Malayalam movie soon? I want to. What kind of role do you expect to try? You want to try in Malayalam? Something very different, very challenging, quirky, crazy. If somebody does not want to do a character, please bring it to me, I will do it. Somebody is scared of a character. Directors. Any directors, if you have like a crazy experimental role wherein you can't fit anybody, I will go out of my way to pull it off. Yeah. I wanna play some
never seen before character, never done before characters. That's my life's goal. But yeah, I would like to, because I think Malayalam cinema's writing for their female artists also is very beautiful. It's very layered, and there's a lot of emotional depth, and there is a lot of nuances in the writing. So I would love to, for sure. അപ്പോൾ എന്തായാലും നാഗബന്ധം വലിയൊരു ഹിറ്റ് ആവട്ടെ, ഒരു പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ. എന്തായാലും താങ്ക് യു. Thank you so much. നമുക്ക് മലയാളത്തിൽ പറയണ്ടേ? അതെ പറയോ ടുഡേ നൗ യു സ്റ്റാർട്ട്. എല്ലാവരും ജൂലൈ 3-ാം തീയതി ജൂലൈ 3-ാം തീയതി ഞങ്ങളുടെ പടം നാഗബന്ധം തിയേറ്ററിൽ വന്ന് കാണൂ പ്ലീസ്. പിന്നെ കണ്ടിട്ട് നാഗബന്ധം കണ്ടിട്ട് നിങ്ങൾക്ക് പടം പിടിച്ചാൽ പ്ലീസ് മറ്റവരോട് പറഞ്ഞോളൂ. പ്ലീസ് മറ്റേ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞോളൂ. യെസ്. ഓക്കെ, പറഞ്ഞോളൂ. അത് മാത്രല്ല, ആക്ച്വലി 3-ാം തീയതി കിരീടം പടത്തിന്റെ റീ റിലീസ് ആണ്. ഞാൻ എന്താ പറയാ, ചെറുപ്പത്തിൽ മുതൽ ഞാൻ കണ്ട് വളർന്ന ഒരു ഹീറോ ആണ് ലാലേട്ടൻ. ഓക്കെ, അപ്പൊ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, വർഷങ്ങൾ മുമ്പ് കണ്ട പടമാണ് കിരീടം. അതും 3rd ജൂലൈ വരുന്നത്. അതും കണ്ടോളൂ. ഞങ്ങളുടെ പടവും എല്ലാ പടവും കണ്ടോളൂ. താങ്ക് യു. ഓക്കെ, പറയോ. താങ്ക് യു. താങ്ക് യു.